2020-2021 കാലഘട്ടത്തിൽ കാനഡയിലെ ഏതെങ്കിലും കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നൊരു ബോർഡാണ് റിനോവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്. അന്നെല്ലാം കോളേജ് ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം കൂട്ടുകയും അവരുടെ ക്ലാസ് റൂമിൻ്റെ വലിപ്പം കൂട്ടുകയും അതുപോലെ തന്നെ പുതിയ പുതിയ എക്യുപ്മെൻസും ലാബും ഒക്കെ ബിൽഡ് ചെയ്യുന്നൊരു സമയമായിരുന്നു അന്നെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2025 നമ്മൾ കാനഡയിലെ മിക്ക കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും സ്ഥിരമായിട്ട് കാണുന്നൊരു ബോർഡാണ് കോളേജ് ഫോർ സെയിൽ എന്നുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ജോർജിയൻ കോളേജ് പൂട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ദിവസം കഴിഞ്ഞില്ല, ഇപ്പോൾ കാനഡയിലെ തന്നെ മറ്റൊരു കോളേജ് കൂടെ പൂട്ടിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ആ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് 12.5 ഏക്കർ വരുന്ന ലാൻഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു ബോർഡാണ് ഇപ്പോൾ നമുക്ക് ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. $multi-million കടബാധ്യതയുള്ളതുകൊണ്ടാണ് കാനഡയിലെ ഒണ്ടാരിയോ തന്നെയുള്ള പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അലോങ്ക്വിൻ കോളേജിന്റെ ക്യാമ്പസാണ് ഇപ്പോൾ സെയിലിന് വെച്ചേക്കുന്നത്. Algonquin's Perth campus is officially up for sale. It's one of the drastic measures the college is taking to address a multi-million-dollar budget deficit. But some in the community are fighting to save it, and they have the backing of someone with deep pockets. The listing for the nearly 12.5-acre property near downtown Perth is live, but without a list price. CTV's Dylan Dyson has been looking into this and joins us live with more. Dylan. Patricia, earlier this year, Algonquin College announced it would be closing its Perth campus in August 2026 due to financial shortfalls. But there is one local investor who has a dream to keep the school open. 2025 തുടക്കം തന്നെ അലോങ്ക്വിൻ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ആ കോളേജ് 2026 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണമായിട്ട് അവർ പറയുന്നത് ഒരു $multi-million കടബാധ്യത കോളേജിനുണ്ടായിട്ടുണ്ട്. ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ വരവ് കുറയുന്നതുകൊണ്ട് ഇനി അവർക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ കോളേജിൻ്റെ ക്യാമ്പസ് പൂട്ടാൻ തീരുമാനിച്ചത് എന്നാണ് 2025 തുടക്കം തന്നെ അവർ പറഞ്ഞത്. പക്ഷേ ഈ 2025 ഒക്ടോബർ ആയപ്പോഴത്തേക്ക് അവർക്ക് ഒരു രീതിയിലും കടബാധ്യത കാരണം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ ഉടനെ തന്നെ ഒരു സെയിലിന് വേണ്ടി റിയൽ എസ്റ്റേറ്റിൻ്റെ മാർക്കറ്റിൽ അവരുടെ പ്രോപ്പർട്ടി അവർ ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ ലിസ്റ്റിംഗ് കണ്ട പ്രകാരം പല ആൾക്കാരും ആ ക്യാമ്പസിലേക്ക് വരികയും ആ ലാൻഡ് മേടിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് വന്ന ഒരാളെന്ന് പറയുന്നത് 2000 കാലഘട്ടത്തിൽ ആ കോളേജിൽ തന്നെ കാർപ്പൻട്രി പ്രോഗ്രാം പഠിച്ച ഒരാളായിരുന്നു. അതിനുശേഷം ആ കോളേജിൽ തന്നെ ഏകദേശം 16 വർഷത്തോളം ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത ഒരാൾ ഇപ്പോൾ ആ കോളേജ് എങ്ങനെ മേടിച്ചിട്ട് അവിടെ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസായിട്ട് മാറ്റണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവിടെ ഇനി കൂടുതൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വെൽക്കം ചെയ്യാനല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന് പകരം ട്രേഡിൻ്റെ ഉള്ള രീതിയിലുള്ള പ്രോഗ്രാം കൂടുതൽ കണ്ടക്ട് ചെയ്തിട്ട് കാനഡയിൽ അറ്റ് പ്രസൻ്റ് ഉള്ള ഒരു ഹൗസിംഗ് ക്രൈസിസൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആ കോളേജ് വഴി പഠിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലുള്ള ഒരു ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ മറികടക്കാവുന്ന രീതിയിൽ കൂടുതൽ ആൾക്കാരെ ഇറങ്ങുകയും അങ്ങനെ അവർക്കെല്ലാം കൂടുതൽ ജോലി സാധ്യത കിട്ടുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസായിട്ട് മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. From the shed type looking buildings but over in the timber frame, there used to be a masonry program here. Andy Coburn has a deep connection to Algonquin College's Perth campus. I'm a graduate of the Heritage Carpentry program in 2000 and worked in the field in the industry as a carpenter for many years and then taught here for 16 years. When he learned the college planned to shut down the campus and put it up for sale, he knew he wanted to fight to save it. The skills that someone comes out of this program with will give them that opportunity to help with things like the housing crisis or the fact that we've got to retrofit millions of buildings over the next couple of decades. Coburn is now part of a community-wide effort to stop the Perth campus from closing. മറ്റൊരു ഓൺട്രപ്രനർ ഈ കോളേജ് കണ്ടതിന് ശേഷം അദ്ദേഹവും പറയുന്നത് ഈ കോളേജ് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രേഡ് കാറ്റഗറിയിലുള്ള ഒരു കോഴ്സുകളായിരിക്കണം ആ കോളേജിൽ കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതൊക്കെ ഫീസ് മേടിക്കാതെ ആ കോളേജിലെ പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കാനഡയിൽ അറ്റ് പ്രസൻ്റ് ഉള്ളൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോൾ ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ള ഒരു പ്രതിസന്ധി മാറിക്കിട്ടുകയും ഇവിടുത്തെ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഹൗസിംഗ് ക്രൈസിസ് എല്ലാം അതോടെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ഒക്കെ ചെയ്യും എന്നാണ് അദ്ദേഹവും പറയുന്നത്. An initiative led by former Shopify executive Toby Shannon, who wants to buy the college. We would like to purchase the college and turn it into a not-for-profit heritage vocational trades college. As a Perth local and former tradesman, Shannon says he is committed to keeping trades education alive in the town. I wouldn't make any money off it. No one would make money off it. But the goal would for the college to be
perpetuating. So it would be it could be profitable, but that profit would be poured back into the college. 12 ഏക്കറോളം വരുന്ന ആ ഭൂമിയിൽ ഏകദേശം 5 കോളേജിൻ്റെ കെട്ടിടങ്ങളാണുള്ളത്. അറ്റ് പ്രസൻറ്റ് കാനഡയിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ ലിസ്റ്റിനകത്ത് ലിസ്റ്റർ പ്രൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എത്രയാണ് ആ മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ കോളേജിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് പ്രൈസ് അവർ പബ്ലിഷ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും മാനേജ്മെൻറ്റ് ഏകദേശം പ്രതീക്ഷിക്കുന്നത് 12 തൊട്ട് 15 മില്യൺ ഡോളേഴ്സ് വരെയാണ്. ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 90 കോടി ഇന്ത്യൻ റുപ്പീസോളം വരും. The real estate listing by CBRE shows 5 buildings on the more than 12-acre plot for sale, but with no list price. I know it's been appraised somewhere in the $12 to $15 million range. The town's mayor says she would like to see an outcome that creates the most benefit for the area. He is prepared to put money in, but it depends on the deal that's worked out with the provincial government. And residents are hopeful of Shannon's interest. There's a need for a trade school in this area. All areas, really. There's a shortage of tradespeople. I can't see anybody else taking it over. The way the school is set up, I mean, with the shops, the ventilation systems, everything they've got over there, it's just perfect for a shop. ഇനി ഇതുപോലെ എത്രയധികം കോളേജുകൾ വരും ദിവസങ്ങളിൽ പൂട്ടായിരിക്കുന്നു എന്ന് നമ്മൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.